വൈകിട്ട് 5 മണിക്ക് മഞ്ചേരിയിലെ ജസീല ജംഗ്ഷനിലാണ് പി.വി. അൻവർ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1 ലക്ഷം ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പി.വി. അൻവർ അവകാശപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി ഹരികുമാർ ചേരുന്നു. ഹരി, മഞ്ചേരിയിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അതിര പി.വി. അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രഖ്യാപന ചടങ്ങ് വൈകിട്ട് 5 മണിക്കാണ് ആരംഭിക്കുക. വൈകിട്ട് 4 മണിയോടുകൂടി ആളുകൾ എത്തിത്തുടങ്ങും. ഇതിനുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. വിശാലമായ വേദിയാണ് മഞ്ചേരിയിലെ ജസീല ജംഗ്ഷന് സമീപത്തെ മൈതാനത്ത് ഒരുക്കിയിട്ടുള്ളത്. 10,000 പേർക്ക് ഇരിക്കാവുന്ന കസേരകൾ വേദിയിൽ നിരത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഒട്ടേറെ പേർക്ക് നിന്ന് ഈ ചടങ്ങ് കാണാനുള്ള ഒരു അവസരവുമുണ്ട്. ഇത്തരത്തിൽ 10-25,000-ഓളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മൈതാനമാണ് ഈ ജസീല ജംഗ്ഷൻ സമീപത്തെ മൈതാനം. ഈ മൈതാനത്താണ് ഇന്ന് വൈകിട്ട് പി.വി. അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പാർട്ടി അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെന്റ് പ്രഖ്യാപനം നടക്കുന്നത്. കേരളത്തിൽ വലിയ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയേക്കാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാരണം ഇടതുപക്ഷ ചേരിയിലെ പലരും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പി.വി. അൻവർ തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് DMK ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ അടക്കമുള്ളവരുടെ പിന്തുണയോടെ അവരുടെ സഖ്യകക്ഷിയായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തമിഴ്നാട് DMK-യുടെ കേരള ഘടകത്തിന്റെ പിന്തുണയും പി.വി. അൻവറിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയാണ് ഇന്ന് പി.വി. അൻവറിന്റെ DMK-യുടെ പ്രഖ്യാപന ചടങ്ങ് നടത്തുക. ആതിര, തീർച്ചയായും ജനമുന്നേറ്റമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രിയും M.K. സ്റ്റാലിനുമായി നല്ലൊരു ബന്ധം നിലനിൽക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ പിന്മാറ്റം DMK-യുടെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഈ ഒരു ചോദ്യം ഇന്ന് മാധ്യമപ്രവർത്തകർ അൻവറിനോട് ചോദിച്ചു. അപ്പോൾ അൻവർ പറഞ്ഞത്, ഞാൻ സ്റ്റാലിനെ കണ്ടല്ല ഇതിനിറങ്ങിയത് എന്നാണ്. അതായത് DMK-യുടെ പിന്തുണ ഇല്ലെങ്കിലും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുമായി പി.വി. അൻവറും സംഘവും മുന്നോട്ട് തന്നെയെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സ്റ്റാലിന്റെ പിന്തുണ ലഭിച്ച സാഹചര്യത്തിൽ അത് പി.വി. അൻവറിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഗുണം ചെയ്യുമെന്ന ഉറപ്പാണ്. ഇതിനു പുറമെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും, അതായത് ഇടതുപക്ഷ സംഘടന, പ്രത്യേകിച്ച് CPM അനുകൂലികൾ തന്നെ അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലെയും ലീഗിലെയും അനുഭാവികളും അൻവറിനൊപ്പം ചേരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വിശദീകരണ യോഗം അല്ലെങ്കിൽ പാർട്ടി പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുക. ഇത് പാർട്ടിയല്ലെന്ന് അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിലും ഇത് പാർട്ടി തന്നെയാണ്. ഭാവിയിൽ അൻവർ നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി തന്നെയായിരിക്കും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള. എല്ലാ വിഭാഗം ജനങ്ങളെയും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാവ് AKG-യുടെ അടക്കമുള്ള ഫോട്ടോകൾ ഇന്ന് സമ്മേളന വേദിയിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിൽ കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു, അടക്കമുള്ള മുസ്ലിം സാമുദായിക നേതാക്കൾ തുടങ്ങിയ ഒട്ടേറെ പേരുടെ, ചരിത്ര നായകന്മാരുടെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിയ സമ്മേളന വേദിയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവർ കണക്കാക്കുന്നത് എല്ലാ മേഖലയിലും കമ്മ്യൂണിസ്റ്റുകാരടക്കം തന്നെ പിന്തുണയ്ക്കും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് അൻവറിനുള്ളത്. ഇത് ഭാവിയിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായേക്കാവുന്ന ഒരു പാർട്ടിയായി ഉയർത്തുക എന്ന് തന്നെയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. നവോത്ഥാന നേതാക്കൾ പലരുടെയും ചിത്രങ്ങൾ പ്രചാരണ ബോർഡുകളിൽ കാണാൻ സാധിക്കുന്നു. ഒപ്പം ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ, ലോറി ഉടമ മനാഫ് തുടങ്ങിയവരുടെ ചിത്രങ്ങളും കാണാമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന? അത് തന്നെയാണ്, അതായത് താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾ മുതൽ വിവിധ പാർട്ടികളിലെ അല്ലെങ്കിൽ ചരിത്രകാരന്മാരടക്കമുള്ള അവർക്കെല്ലാം ലഭിക്കുന്ന പിന്തുണ, പ്രത്യേകിച്ച് അർജുന്, തിരൂര്, നമുക്കറിയാം കേരളം ഒന്നടങ്കം ഇതിന് ഒരാൾക്ക് മുന്നിൽ അണിനിരന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അർജുന് വേണ്ടിയാണ്. ഈ അർജുനെ അടക്കം ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. അത് പ്രത്യേകിച്ച് കോഴിക്കോട് മേഖലയിലുള്ള ആളുകളുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് അർജുൻ ചെയ്യുന്നത്. എന്തായാലും എല്ലാ മേഖലയിലും ഒരു പ്രത്യേകിച്ച് ഒരു നിലമ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമല്ല അൻവർ കാഴ്ചവെക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ തന്റെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ തന്റെ മൂവ്മെന്റിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ഫോട്ടോകൾ ഇടം പിടിക്കാനുണ്ടായ സാഹചര്യം.